അടുത്ത കാലത്തായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ സമാനതകളെക്കുറിച്ചാണ്. 2022 ശ്രീലങ്കയിൽ പ്രക്ഷോഭം നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം. പ്രക്ഷോഭകർ പ്രസിഡന്റിന്റെ വസതി കയ്യേറുകയും പ്രസിഡന്റായിരുന്ന രജപക്സെക്ക് രാജിവെച്ച് സിംഗപ്പൂരിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. മുൻ പ്രസിഡന്റായിരുന്ന റനിൽ വിക്രമസിംഗ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു. ഒടുവിൽ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അനുകൂലിയായിട്ടുള്ള ദിസനായകെ അധികാരത്തിലേറുകയും ചെയ്തു. കൃത്യം 2 വർഷം കഴിഞ്ഞ് 2024 ബംഗ്ലാദേശിൽ പ്രക്ഷോഭം നടക്കുന്നത്. ഗവൺമെന്റ് ജോലിയിലെ ക്വാട്ട സിസ്റ്റമായിരുന്നു പ്രധാനപ്പെട്ട പ്രക്ഷോഭത്തിന് കാരണം. വിദ്യാർത്ഥികളായിരുന്നു പ്രക്ഷോഭം നയിച്ചിരുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ നേപ്പാളിൽ കണ്ട പോലെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആയിരുന്നു പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയത്. ഇത്തരത്തിൽ പ്രക്ഷോഭം ആളിക്കത്തിയതോടുകൂടി മന്ത്രിമാർക്ക് രാജ്യം വിട്ടോടേണ്ടതായി വന്നു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. വൈകാതെ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനുസ് താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റു. തിരഞ്ഞെടുപ്പ് ഇനിയും നടക്കേണ്ടതായുണ്ട്. ഇതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നേപ്പാളിൽ പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികളാണ് മുന്നണി പോരാളികൾ. പ്രധാനമന്ത്രിക്ക് രാജിവെച്ച് ഒഴിയേണ്ടതായി വന്നു. ഇപ്പോൾ താൽക്കാലിക പ്രധാനമന്ത്രിയും വന്നു. ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായുണ്ട്. അടുത്ത പ്രക്ഷോഭം ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്തായിരിക്കും?